മേലെ ഇമാതിരി കോളോട്ട് എന്നെ ആ മണ്ടലോട്ട് പറഞ്ഞു വിട്ടേക്കല്ലേ, പറഞ്ഞേക്കാം. മര്യാദ നിങ്ങൾ എന്നെ കാണിച്ചിട്ടില്ല, എനിക്ക് നിങ്ങൾ സംസാരിക്കാൻ സൗകര്യമില്ല. ഇല്ലെങ്കിൽ താങ്കൾ സംസാരിക്കേണ്ട, അത്രയേ ഉള്ളൂ. നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ. എന്താടോ കാര്യം? വാട്ട് ഈസ് ദ റീസൺ? ബിജെപിയുടെ പ്രതികരണം നമുക്ക് കേൾക്കാം. സന്ദീപ് വാര്യർ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ സന്ദീപ് വാര്യർ, രാഹുൽ ഗാന്ധി വയനാട് ഉപേക്ഷിക്കും, ഒഴിയും, അത് റായ്ബറേലി നിലനിർത്താനുള്ള തീരുമാനമാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. പകരം പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന തീരുമാനവും കോൺഗ്രസ് എടുത്തിരിക്കുകയാണ്. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. നിങ്ങൾ ഈ തീരുമാനത്തെ, കോൺഗ്രസിന്റെ തീരുമാനത്തെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഇത് വയനാട്ടുകാരുടെ കാണിച്ചിട്ടുള്ള കൊടിയ വഞ്ചനയാണ്. വയനാട്ടിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വരുന്ന ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നത് വയനാട് തന്റെ രണ്ടാം വീടാണ്, വയനാട്ടിലെ ജനങ്ങൾ തന്റെ കുടുംബക്കാരെ പോലെയാണ്, തന്റെ ബന്ധുജനങ്ങളാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു ഘട്ടത്തിൽ പോലും താൻ റായ്ബറേലിയിൽ മത്സരിക്കാൻ പോകുന്ന കാര്യം പറഞ്ഞിട്ടേയില്ല. വയനാട്ടിലെ വോട്ടെല്ലാം പെട്ടിയിലായി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് റായ്ബറേലിയിലെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നത്. വയനാടിന്റെ സങ്കീർണമായിട്ടുള്ള ജീവിത പ്രശ്നങ്ങളിൽ ഒന്നും തന്നെ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ഒരു പരിഹാരവും കണ്ടെത്താൻ കഴിയാതെ പോയ പരാജയപ്പെട്ട ഒരു MP ആയിരുന്നു രാഹുൽ. പരാജയപ്പെട്ട MP ആയിരുന്നുവെങ്കിൽ രാഹുലിനെ വീണ്ടും 3,64,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജനങ്ങൾ വിജയിപ്പിക്കില്ലല്ലോ. എന്റെ മറുപടിയെ ബ്രേക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ചില കാര്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. വയനാടിന്റെ സങ്കീർണമായ ജീവിത പ്രശ്നങ്ങൾക്കൊന്നും രാഹുൽ ഗാന്ധി പരിഹാരം കണ്ടെത്തിയില്ല എന്ന് ഞാൻ പറയുമ്പോൾ അങ്ങനെയല്ല. അതുകൊണ്ട് രാഹുൽ ഗാന്ധി വീണ്ടും വിജയിച്ചത് അത് ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു കഴിഞ്ഞു എന്നുള്ളതിന്റെ ഉദാഹരണമാണ് എന്നാണല്ലോ താങ്കൾ പറയുന്നത്. അദ്ദേഹത്തിന് നിഷേധിക്കാനാവില്ല. വയനാട്ടിലെ രാത്രികാല യാത്രാ പ്രശ്നം തീർന്നു ഒന്ന് പറയാം. നന്നായിട്ട് അറിയായിരുന്നു ഈ ചോദ്യം തൊണ്ടേക്കറി കുരുങ്ങി. അത് വിട്. ജനങ്ങൾ വീണ്ടും തെരഞ്ഞെടുത്തു എന്ന കാര്യം സൂചിപ്പിക്കുകയാണല്ലോ. നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം രാഹുൽ അവിടെ ഉപേക്ഷിച്ചു. നീ വിഷയത്തിൽ നിന്ന് വെറുതെ വഴുതി മാറില്ലേ? നിങ്ങൾ ഈ കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി ചൂണ്ടിക്കാട്ടിയതാണല്ലോ ശ്രീ സന്ദീപ് വാര്യർ. ഈ കാര്യങ്ങളൊക്കെ അവിടെ നിങ്ങളുടെ അധ്യക്ഷൻ മത്സരിച്ചപ്പോൾ കൃത്യമായി ജനങ്ങളെടുത്ത് ചൂണ്ടിക്കാട്ടിയതാണല്ലോ. അങ്ങനെ പറയരുത്. അതിനുശേഷം അദ്ദേഹം മത്സരിച്ചു, ജയിച്ചു. ഇപ്പോൾ ആ മണ്ഡലം ഉപേക്ഷിക്കാനുള്ള തീരുമാനം എടുക്കുന്നിടത്ത് നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. ഇവളോട് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ താങ്കൾ ഒന്ന് ക്ഷമ കാണിക്കണം, സഹിഷ്ണുത കാണിക്കണം. ഇവളെന്താ ഒരുമാതിരി വാവെടുത്ത പശുവിനെ പോലെ? നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ ചില പൊള്ളത്തരങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞങ്ങളുടെ അധ്യക്ഷൻ മത്സരിച്ച് അവിടെ 1,00,000 വോട്ടാണ് വർദ്ധിപ്പിച്ചത്. രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയ്ക്കാൻ സാധിച്ചു. ഭയങ്കരം തന്നെ. എന്നിട്ട് അവിടെ 2ാം സ്ഥാനത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ CPIയുടെ സ്ഥാനാർത്ഥിക്ക് അവർക്ക് ഒട്ടും തന്നെ അവരുടെ പ്രകടനം മെച്ചപ്പെടുത്താൻ സാധിക്കാതെ വന്നുകൊണ്ട് മദർ രാഹുൽ ഗാന്ധി വിജയിച്ചു എന്നുള്ളത് ശരിയാണ്. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. ഏത് വിഷയത്തിലാണ് രാഹുൽ ഗാന്ധിക്ക് പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞത്? അവിടുത്തെ വന്യമൃഗങ്ങളുടെ ആക്രമണം സംബന്ധിച്ച വലിയ പ്രശ്നത്തിന് എന്തെങ്കിലും പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? രാത്രികാല യാത്രാ നിരോധനം സംബന്ധിച്ച പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞോ? അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ലല്ലോ. മെഡിക്കൽ കോളേജ് വിഷയത്തിൽ എന്തെങ്കിലും പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അവിടുത്തെ ആദിവാസി ഭൂമിയുടെ വിഷയത്തിൽ, പട്ടയ വിഷയത്തിൽ എന്തെങ്കിലും പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഏത് വിഷയത്തിലാണ് രാഹുൽ ഗാന്ധി ഇടപെട്ടിട്ടുള്ളത്? ഏത് വിഷയത്തിലാണ് പരിഹാരം കണ്ടെത്തിയിട്ടുള്ളത്? അത് ഉത്തരം പറ. തീർച്ചയായും നിങ്ങൾ ഈ വിഷയമൊക്കെ ഈ നിലയിൽ ഉയർത്തിയെങ്കിൽ പിന്നെയും ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. പിന്നെയും ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി ജയിച്ചു എന്ന ഒരു ചോദ്യമുണ്ടല്ലോ. മാത്രവുമല്ല, ഗണപതി വട്ടത്തെ ചൊല്ലിയൊക്കെ ആയിരുന്നു ആ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച അവിടെ നടന്നത് എന്നതാണ് എന്റെ ഓർമ്മയിൽ ഏറ്റവും ആദ്യം വരുന്നത്. നിങ്ങളുടെ പ്രചരണത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഗണപതി വട്ടം എന്ന വിഷയമാണ്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് മര്യാദയെ കാണിച്ചത്. ശ്രീ വിനോയ് വിശ്വം വളരെ സീനിയർ നേതാവാണ്. പക്ഷെ അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ 1 മിനിറ്റ് പോലും തടസ്സപ്പെടുത്തിയില്ല. ഞാൻ സംസാരിക്കുന്ന സമയത്ത് വളരെ അസഹിഷ്ണുതയോടെ പെരുമാറിയിട്ട് ദയവ് ചെയ്ത് ഈ പരിപാടിക്കാണ് ഞാൻ വിളിക്കുന്നത്. വളരെ മോശമായി. അസഹിഷ്ണുത ഇല്ല ശ്രീ സന്ദീപ് വാര്യർ. അദ്ദേഹം ഇപ്പോഴത്തെ പ്രസക്തമായ കാര്യത്തിൽ മറുപടി പറയുകയായിരുന്നു. താങ്കൾ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഒരു ഘട്ടത്തിലേക്ക് സംസാരം നീണ്ടപ്പോൾ ഞാൻ ഇടപെട്ട് ചോദിച്ചു. താങ്കൾ വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, വളരെ അബദ്ധമായിട്ട് വളരെ അസഹിഷ്ണുത നിങ്ങൾ സംസാരിച്ചത്. ഞാൻ സംസാരിക്കുന്ന മുഴുവൻ നിങ്ങൾ ബ്രേക്ക് ചെയ്തു, തടസ്സപ്പെടുത്തി. ഞാൻ പറയുന്നത് കേൾക്കാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചു. പെണ്ണോന്ന് വിചാരിച്ചിട്ടാണ്, ഇല്ലെങ്കിൽ കാലി തൂക്കി ഞാൻ തറയിലടിച്ചാണ്. മേലാൽ ഇമാരി പരിപാടി ഞാൻ 2 ചോദ്യമല്ലേ താങ്കളോട് ചോദിച്ചിട്ടുള്ളൂ. ഒരു ചാനൽ ചർച്ചയിൽ കുറച്ചുകൂടി മര്യാദയൊക്കെ ആവാം താങ്കൾക്ക്. ചാനൽ ചർച്ചയിലെങ്കിലും അത്രേ ഞാൻ പറയുന്നുള്ളൂ. മര്യാദ നിങ്ങൾ എന്നെ കാണിച്ചിട്ടില്ല, എനിക്ക് നിങ്ങൾ സംസാരിക്കാൻ സൗകര്യമില്ല. ഇല്ലെങ്കിൽ താങ്കൾ സംസാരിക്കേണ്ട, അത്രയേ ഉള്ളൂ.
വേല അങ്ങ് കയ്യിൽ വെച്ചാ മതി, എന്റെ അടുത്തെടുക്കണ്ട കേട്ടോ. എന്നോടിത് വേണ്ടായിരുന്നു. അപ്പൊ അതിനൊരു തീരുമാനമായി.